ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാൻ നിങ്ങളുടെ സ്വന്തം ലസിത പാലക്കൽ. നമ്മുടെ ജസ്ന എന്ന ഹണി ട്രാപ്പുകാരിയുടെ വീഡിയോ കണ്ടു. അതായത് ഈ 26 സെൻറ്റ് സ്ഥലവും 2000 സ്ക്വയർ ഫീറ്റ് വീടുമുള്ള ഈ ജസ്ന എന്ന് പറയുന്ന ഹണി ട്രാപ്പുകാരിക്ക് ഇനിയും ഒരു വീട് എടുക്കുന്നുണ്ട്. അപ്പം ഈ സലീം കാക്കി എന്താടി പുറത്തു വരാത്തത്? ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? ഡാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കാടി ചെയ്യുക? ഏതെങ്കിലും ഒരു ഡായിപ്പിനെ വെച്ചിട്ട് നിൻ്റെ ഹസ്ബൻഡ് ഡാഡാന്ന് അല്ലെ നിൻ്റെ മക്കളച്ഛൻ ഡാഡാന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരല്ലേ നീയൊക്കെ. പിന്നെ നമ്മളെങ്ങനെയാ മോളെ വിശ്വസിക്കുക? അതവിടെക്കട്ടെ. ഈ ഗോകുലം ഗോപാലേട്ടൻ നിനക്കൊരു വീടെടുത്ത് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതിന് കടമുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരുപാട് കടമുണ്ട്, അങ്ങനെ എത്ര പൈസ കടത്തിലാണ് ഞാൻ ജീവിക്കുന്നത്, നീ തന്നെയല്ലേ പറയുന്നത്, ഞങ്ങളൊന്നുമല്ല പറയുന്നത്. പിന്നെ ഇപ്പോൾ ഒരു ഉമ്മാക്കുപ്പാക്കൊരു വീട് എടുക്കുന്നുണ്ട്, പിന്നെ എൻ്റെ സ്വന്തം വീട് അവിടെയുണ്ട്, പിന്നെ സലീം കാക്കയുടെ വീട് അവിടെയുണ്ട്. സലീം കാക്കയുടെ വീടാണ് നമുക്കൊക്കെ തരാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നത്. അതായത് 18ഓളം കേസ്. എടിപ്പുല്ലേ, ഞങ്ങൾക്ക് നിൻ്റെ ഈ 18ഓളം കേസുകൾ തിരക്കാനോ ഇതാക്കാനോ നിനക്ക് തരാനോ ഒന്നും സമയമില്ല. നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ചാനലുകാർ ഇപ്പോൾ എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ. അവരോട് പോയിട്ട് ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ ഞാൻ വിളിച്ച് ചോദിച്ച സമയത്ത് കൊയിലാണ്ടി പോലീസ് പറഞ്ഞു, അയ്യോ അവരെ പേരേ ദയവ് ചെയ്തിട്ട് നിങ്ങൾ പറയല്ലേ, ഞങ്ങൾക്ക് തന്നെ മാനക്കേടാന്നാണ് പറഞ്ഞത്. പിന്നെ ഞാനത് വിളിക്കലുമില്ല. കാരണം വേറൊന്നുമല്ല, നിങ്ങൾക്ക് അറിയുന്നല്ലോ, എന്തിനാ വെറുതെ അവരെയും കൂടി ഉള്ള ജോലി എന്തിനാ ഇതാക്കേണ്ട ആവശ്യം. അതുകൊണ്ട് ഞാൻ വിളിയും നിർത്തി. ഞാൻ വിളിച്ചിട്ട് ഞാനിങ്ങനെ കുറേ കാര്യങ്ങൾ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞ് എനിക്ക് പറയേണ്ട ഇത് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളോട് പറയാൻ പറ്റില്ല. കാരണം എന്താ പറയേണ്ടത്, ആത്മഹത്യാ നാടകം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എല്ലാവരും പരിഹസിക്കുന്നതാണ്, ഞാൻ മാത്രമല്ല, എല്ലാവരും പരിഹസിക്കുന്ന. പിന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾക്കൊന്നും അല്ല ആ താത്ത മറുപടി പറയുന്നത്. അതുകൊണ്ട് എന്നോട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, ലസിതേച്ചി നിങ്ങൾ എന്തിനാ ഈ വടിത്താത്തക്ക് മറുപടി കൊടുക്കേണ്ട ആവശ്യം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിൻ്റെ സ്വത്തോ അല്ലെങ്കിൽ നിൻ്റെ ഗോൾഡോ ഇതൊന്നും എനിക്ക് വേണ്ട. കാരണം എന്താണെന്നറിയുക, കണ്ണീര് കലങ്ങിയ സംഭവങ്ങളൊന്നും എനിക്ക് വേണ്ട. പിന്നെ നിൻ്റെ ഈ കാക്ക സലീം കാക്ക എന്ന് പറയുന്ന കാക്കയുണ്ടല്ലോ, അത് ഒളിവിലാണല്ലോ. ഞാനൊക്കെ അറിഞ്ഞത് ഒളിവിലാണെന്നാ, വേറൊന്നും കൊണ്ടല്ല. ഈ ഓൺലൈനിൽ ഫോൺ വിളിക്കാൻ മാത്രമല്ലേ ഉണ്ടാവുക. ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്നത്, ധൈര്യം ഉണ്ടെങ്കിൽ നിൻ്റെ അടുത്തിരുന്നിട്ട് വീഡിയോ ചെയ്യിപ്പിക്കുക. അതാണ് നല്ലത്. അല്ലെ വേണ്ട, വീഡിയോ കോളിൽ ലൈവിലൂടെ കാണിക്കുക. മുഖം ഒന്ന് കാണട്ടെ കാക്കയുടെ, എല്ലാവരും ഒന്ന് കാണട്ടെടോ. നമ്മൾ മാത്രം അങ്ങനെ കാണിച്ചാൽ മതിയാ? ഞാൻ അതും കൂടി വെല്ലുവിളിക്കാന്ന്. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ കാക്കയായിട്ട്, അതായത് സലീം കാക്ക ഇക്കാക്കയായിട്ട് നീ ഒന്ന് ഫോണിലൂടെ സംസാരിക്കുക. അല്ലാണ്ട് മക്കളെ ഫോണിലൂടെ ഡാഡ് മമ്മി എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ആരടി പുള്ളിയെ വിശ്വസിക്കൂല. ഞങ്ങൾക്ക് വിശ്വാസമില്ല. പ്രത്യേകിച്ച് ഉഡായിപ്പ് ഭക്തിയെ തീരെ വിശ്വാസമില്ല. പിന്നെ നീ പറയുന്നുണ്ടല്ലോ കൂടെ 26 സെൻറ്റ് സ്ഥലവും 2000 സ്ക്വയർ ഫീറ്റ് ഇതൊക്കെ ഉണ്ടെന്ന്. നീ എനിക്ക് എത്ര സ്ഥലമുണ്ടെന്ന് നീ ഒന്ന് അന്വേഷിക്കുക, എത്ര സ്ഥലമുണ്ട് എന്നുള്ളത്. എന്നിട്ട് മതി വായിൽ വർത്താനോ ഇതൊക്കെ. കേട്ടാടി പുല്ലേ? ഓക്കെ. ഇപ്പം ഇത്രയും വിളിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമുക്കൊരു നാണോ ഇല്ലാണ്ടായിപ്പോവും. കാരണം നിന്നോട് ഈ തറകളോട് സംസാരിക്കുമ്പോൾ തറ ലെവലിലേ സംസാരിക്കാമെന്ന് എന്നോട് പഠിപ്പിച്ചിട്ടുണ്ട്. ആ തറേൻ്റെ ലെവലിൽ ഞാനിപ്പോൾ ഇങ്ങനെ എനിക്ക് സംസാരിക്കാൻ അറിയും. ഇതിനും അതപ്പതിക്കാൻ എനിക്കറിയില്ല കുട്ടിയെ. കാരണം എൻ്റെ സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. ഓക്കെ, അപ്പം മനസ്സിലായിനല്ലോ. എന്തെങ്കിലും ഇനി മനസ്സിലാവാണ്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം. എന്തായാലും നിൻ്റെ ഈ 7 പവനോ അല്ലെങ്കിൽ നിൻ്റെ തറയോ സലീം കാക്ക വന്നിട്ട് എടുത്തോ എന്ന് പറയുന്നോ, ഈ കാക്ക തന്നെയാണോ വിളിച്ചതെന്ന് പോലും നമുക്കറിയില്ല. അപ്പോൾ അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. ഇപ്പം ബൈ.